പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇതേപോലെ ഓരോ റൈസ് മണികളും വിട്ടു നിൽക്കുന്ന ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അത് വളരെ ഈസിയായി റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ തന്നെ. പലർക്കും അറിയായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ അറിവില്ലാത്തൊരു ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ റൈസാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനുവേണ്ടി വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ 1 ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് ചേർക്കണം. അതുപോലെ ഒരു അരമുറി നാരങ്ങയുടെ നീരും ഉപ്പും ചേർത്ത് വേണം അരി വേവിക്കാൻ. ഞാൻ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് 2-3 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2-3 ഏലക്കായും ഗ്രാമ്പും ഒക്കെ ചേർക്കാറുണ്ട്. ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണത്. അരി ഏകദേശം 3/4 വേഗം ആകുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെയിനറിലേക്ക് മാറ്റണം. കഴിവതും ഒരു വലിയ സ്ട്രെയിനർ വേണം ഉപയോഗിക്കാൻ. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തുള്ള ചോറൊക്കെ വെന്തു പോകും. ഇനി വലിയ സ്ട്രെയിനർ ഇല്ലെങ്കിൽ പകുതി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി തണുപ്പിക്കാം. തലേന്ന് തന്നെ റൈസ് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് പശയുള്ള അരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ, കുറച്ച് വഴുവഴുപ്പ് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം വേണം സ്ട്രെയിനറിലേക്ക് മാറ്റി അത് വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. ഇനി ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് റെഡി ആയതിനു ശേഷം പാനിലേക്ക് ബട്ടർ, നെയ്യ് അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം മിക്സ് ചെയ്ത് ഒഴിച്ച് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് മൂപ്പിച്ച് അതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ ചോട്ടിലെ ആ ഉള്ളി കട്ട് ചെയ്ത് അതാണ് വഴറ്റിയെടുക്കുന്നത്. മറ്റു വേറെ ഉള്ളിയുടെ ആവശ്യമില്ല ഇതിൽ. നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കുന്നെങ്കിൽ അതിന് മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാൻ എപ്പോഴും 1 സ്പൂണ് നെയ്യും 1 സ്പൂണ് റിഫൈൻഡ് ഓയിലുമാണ് സാധാരണ ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ വേവ് അനുസരിച്ച് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും കൂടി പൊടിച്ച് ചേർക്കാം. വെജിറ്റബിൾസിന് വേണ്ട ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ വെന്ത് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുത്ത് സ്പ്രിംഗ് ഒനിയൻ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, അതുപോലെ കുരുമുളക് ചതച്ച പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ കുടഞ്ഞ് വഴിയരികിലൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ കണ്ടിട്ടില്ലേ, കുടഞ്ഞിട്ട് ഇളക്കി അങ്ങനെ ഇറക്കാൻ അറിയാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഷാർപ്പൻ്റുള്ള തവികളൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഒരു 5 തൊട്ട് 10 മിനിറ്റ് വരെ നല്ല രീതിയിൽ ഇങ്ങനെ ഇളക്കി വേവിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റിനെ വെല്ലുന്ന വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് വേണ്ടതെങ്കിൽ 2-3 മുട്ട ചിക്കൻ പൊരിച്ചതും ചിക്കൻ വറുത്ത് പിച്ചിയെടുത്തതും കൂടി ഇളക്കിയാൽ മതി. അല്പം വെജിറ്റബിൾസിൻ്റെ അളവ് കുറയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പ്രിയപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.